നമസ്കാരം. ഫോക്കസ് മീഡിയ കയ്യൊപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്ര ആചാര സംരക്ഷണത്തിനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു മഹത് വ്യക്തിയാണ് കയ്യൊപ്പിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പരിചയപ്പെടാം. മംഗല്യ രാജശേഖരൻ. മംഗല്യ രാജശേഖരൻ കൊട്ടാരക്കര മംഗല്യയിൽ അഡ്വക്കേറ്റ് പി ശങ്കരനാരായണൻ നായരുടെയും സുകുമാരി അമ്മയുടെയും മകൻ, ആചാര സംരക്ഷകൻ. നമ്മുടെ ആചാരങ്ങൾ മാറ്റിമറിക്കുമ്പോൾ അതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് നിരവധി വിധികൾ അനുകൂലമായി ഇദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. മംഗല്യ രാജശേഖരൻ സഞ്ചരിച്ച വഴികളിലൂടെ. ഫോക്കസ് മീഡിയ കയ്യൊപ്പിലേക്ക് സ്വാഗതം. നമസ്തേ. ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചർച്ച എന്നുള്ളത് ശബരിമല വിഷയമാണ്. കേരളത്തിലെ ആചാര സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്ഷേത്രങ്ങളുടെ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആചാര പദ്ധതികൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒട്ടനവധി കോടതി വിധികൾ സാറ് നേടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ഞാൻ ശബരിമലയിലെ ആചാര ലംഘനമായിട്ടുള്ള ആദ്യത്തെ കേസ് ശബരിമലയിൽ ദർശന സമയം നീട്ടാനുള്ള കാര്യത്തെക്കുറിച്ച് ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ കൂടി വന്നിരുന്നു. സാർ കണ്ടിരുന്നു ആദ്യമായിട്ട്? ഞാനത് കാണാനിടയുണ്ടായി. ഞാൻ അതിനെതിരായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഞാനൊരു പരാതി അയച്ചു. അന്ന് ചീഫ് ജസ്റ്റിസായിട്ടിരുന്നത് ബഹുമാനപ്പെട്ട ഉഷ അവർകൾ ആയിരുന്നു. ഒരു ദിവസം ആയപ്പോഴത്തേക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും എനിക്കൊരു ലെറ്റർ കിട്ടി. ഇത്രാം തീയതി രാവിലെ 10 മണിക്ക് തെളിവ് സഹിതം കോടതിയിൽ ഹാജരാവാനായിട്ട്. ഞാൻ കൊട്ടാരക്കരയിലെ ഇവിടുത്തെ സാംസ്കാരിക കേന്ദ്ര പുരാവസ്തുവിൻ്റെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ അന്നത്തെ സൂപ്രണ്ടനെ പോയി ബന്ധപ്പെട്ടു. അന്നത്തെ സൂപ്രണ്ടൻ്റെ പേര് ആറാട്ടുപുഴ സുകുമാരെന്ന് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ യാതൊരുവിധമായ രേഖകൾ ഇവിടെ ഇല്ല. അദ്ദേഹം എന്നെ പന്തളം കൊട്ടാരത്തിലേക്ക് എന്നെ അയച്ചു. അവിടെ ചെന്ന് പന്തളം തമ്പുരാനെ കണ്ടു. തമ്പുരാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞേ, ഇവിടെ യാതൊരുവിധമായ രേഖകളൊന്നും ഇവിടെ ഒന്നുമില്ല, പിന്നെ നല്ലൊരു കാര്യമാണ് എന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു പ്രചോദനം. ഞാൻ ശബരിമല പന്തളത്തെ ക്ഷേത്രത്തിൽ, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ യാതൊരു രേഖകളും ഇല്ലെന്നും കൂടെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായി. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തെളിവ് സഹിതം ഹാജരാവാൻ പറഞ്ഞേക്കുവാണ്. എൻ്റെ അച്ഛനും വളരെയധികം വിഷമിച്ചു. പന്തളം ക്ഷേത്രത്തിൽ വെച്ച് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ ഒരു തമ്പുരാനുണ്ട്, എറണാകുളത്താണ് താമസിക്കുന്നത്, അദ്ദേഹത്തെ കാണുവാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും രേഖകളും വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. അദ്ദേഹമാണ് ഇവിടുത്തെ ദേവസ്വം ബോർഡുമായിട്ടുള്ള കേസുകളൊക്കെ, ഈ പന്തളം കൊട്ടാരമായിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് രണ്ടാമത് വന്ന് പന്തളത്തെ തമ്പുരാൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും മേടിച്ചു. അങ്ങനെ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് എന്നെ വന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് മുമ്പായിട്ട് ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. അദ്ദേഹം എനിക്ക് ഒരു തെളിവ് തന്നു. ആ തെളിവും കൈ വെച്ചുകൊണ്ടാണ് ഞാൻ അന്ന് ഹൈക്കോടതി ചെല്ലുന്നത്. അന്ന് ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മോഹൻകുമാർ അവർകളും ദിനേശൻ്റെയും ബെഞ്ചിലാണ് എനിക്ക് എൻ്റെ കേസ് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ശബരിമലയിലെ ദർശന സമയം രാത്രിയിലും നീട്ടാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തോ അദ്ദേഹത്തിൻ്റെ നാവിൽ വന്നത് കച്ചവടക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് വന്നത് മറുപടി. കോടതിയും അവിടെ ഇരുന്ന അഡ്വക്കറ്റുമാരും എല്ലാം ഈ ഇദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട് ചിരിക്കുകയുണ്ടായി. അടുത്ത ചോദ്യം എൻ്റെ അടുത്താണ്, താങ്കൾക്ക് എന്താണ്
ശബരിമല ശാസ്താവിൻ്റെ ക്ഷേത്രം രാത്രിയിലും തുറന്നിരിക്കുന്നതിന് വിരോധം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറയും എനിക്കൊരു വിരോധമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഹരിവരാസന പൂജ നടത്തണ്ട, അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. ഭഗവാനാവട്ടെ മനുഷ്യനാവട്ടെ ഉറങ്ങുന്ന ബെഡ്റൂമിലൊരു പ്രൈവസി ഉണ്ട്, അത് നഷ്ടപ്പെടുത്താൻ ആർക്കും അവകാശമില്ല എന്നുള്ളൊരു കാര്യം. അത് എൻ്റെ ഈ മൊഴി ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 19 ഹരിവരാസനം പാടി 11 മണിക്ക് ശബരിമല നട ഇന്നും അടച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്തതാണ്. അതിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു വിധി നേടിയെടുത്തത്. അങ്ങനെയാണ് ആദ്യത്തെ ഒരു വിധി. ഈ വിധി കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അച്ഛന് വളരെയധികം സന്തോഷമുണ്ടായി. എൻ്റെ മകൻ ആദ്യമായിട്ടൊരു കേസിൽ ഇത് അത് ടി വിയിലൊക്കെ അത് അന്നത്തെ എനിക്ക് ഏഷ്യാനെറ്റിലൊക്കെ അത് ബ്രേക്കിംഗ് ന്യൂസായിട്ടൊക്കെ എൻ്റെ കാണിച്ചായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ശബരിമലയിലെ സംരക്ഷണത്തിനായി മറ്റേതൊക്കെ വിധികളാണ് സാർ നേടിയെടുത്തിട്ടുള്ളത്? ശബരിമലയിലെ 18-ാം പടിക്ക് പകരമായിട്ട് ദേവസ്വം ബോർഡ് എസ്കലേറ്റർ ഫിറ്റ് ചെയ്യാൻ പോയി. ആ എസ്കലേറ്ററിൽ കയറി നിന്നാൽ നമ്മളെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ തൊഴുത് നേരെ കൊണ്ടുവന്ന് മാളികപ്പുറത്ത് അമ്മയുടെ നടയിൽ കൊണ്ടുവിടുന്ന രീതിയിലൊരു സംവിധാനം ദേവസ്വം ബോർഡ് നടപ്പാക്കാൻ പോയി. അതിന് ഞാനെതിരായിട്ട് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ അത് ആ നടപടി നിർത്തിവെക്കുകയുണ്ടായി. 2, പമ്പയിൽ യാതൊരു നിർമ്മാണ പ്രവൃത്തികളും നടത്താൻ പാടില്ല എന്ന് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് കുളിക്കാനുമുള്ള സൗകര്യങ്ങളുള്ള നദിയാണ്. ആ നദിയിൽ മറ്റ് കാര്യങ്ങളും മറ്റ് കെട്ടിടങ്ങളും ഒന്നും നടപ്പാക്കാൻ പാടില്ല എന്ന് അതിപ്പോഴും അത് കുറേയൊക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് കഴിഞ്ഞതിന് ശേഷം ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരം 165 കിലോ സ്വർണ്ണത്തിനകത്ത് പണിയാനായിട്ട് പോയി. അത് ഞാനത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓംബുഡ്സ്മാന് അദ്ദേഹത്തിന് ഞാൻ പരാതി കൊടുത്തു. അങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചത്. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പുതിയ കൊടിമരം പണിഞ്ഞു. ആ പഴയ കൊടിമരം പൊളിക്കുന്ന സമയത്തും ഞാൻ ആ സ്ഥലത്തുണ്ട്. ഞാനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ അവറുകളും അന്നത്തെ ബോർഡ് മെമ്പർ അജയ് തറയിലും മെമ്പർ രാഘവൻ മെമ്പറും അന്നത്തെ ചീഫ് എഞ്ചിനീയർ മുരളീകൃഷ്ണൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങളെല്ലാം സ്ഥലത്തുണ്ട്. അന്ന് പലരും എൻ്റെ അടുത്ത് അവിടെ വെച്ച് ചോദിച്ചു, എന്തിനാണ് ഈ കൊടിമരം ഇപ്പോൾ പൊളിക്കുന്നത്? എൻ്റെ കൊച്ചുനാളിൽ ഈ 2 സ്വർണ്ണക്കൊടിമരമാണ് ആദ്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്ത് പണി തുടങ്ങിയത്. ഒന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൊടിമരം. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞാൻ കൊച്ചുനാളത്ത് കണ്ട് വളർന്നൊരു വ്യക്തിയാണ്. രണ്ടാമത് പണിഞ്ഞ കൊടിമരമാണ് ശബരിമലയിലെ കൊടിമരം, സ്വർണ്ണക്കൊടിമരം. ഈ 2 കൊടിമരങ്ങളും പണിയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആ കൊടിമരമാണ് പൊളിച്ച് രണ്ടാമത് പണിഞ്ഞെങ്കിൽ നല്ലൊരു കാര്യം. പക്ഷേ ആ പണിയേണ്ട രീതിയിൽ അത് പണിയണമായിരുന്നു. അത് പണി നടന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിനുശേഷമാണ് ശബരിമലയിൽ വളരെയധികം ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ ദുരന്തങ്ങളും പല പ്രശ്നങ്ങളും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലുപരിയായിട്ട് തെക്കൻ കേരളത്തിലെ തന്നെ ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സാറ് ഈ കോടതി വിധികൾ മേടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഗണപതി ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങളെ സംബന്ധിച്ച്. എൻ്റെ ചെറുപ്പകാലത്ത് 2 കരക്കാരായിരുന്നു ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്നത്. അന്ന് കുടിമരമില്ലായിരുന്നു. അന്ന് കുടിമരത്തിന് പകരം അടയ്ക്കാമരം ചുമന്നുകൊണ്ട് വന്ന് കൊടി ഉയർത്തിയായിരുന്നു അന്ന് ഉത്സവം നടത്തിയിരുന്നത്. അന്ന് ആ കൊടിമരം ചുമക്കാനുള്ളൊരു ഭാഗ്യം വരെ എനിക്കുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അതുമാത്രമല്ല, അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തിരുമുമ്പിൽ മാത്രമേ ഉള്ളായിരുന്നു.
അന്ന് അത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അരിമാവ് പൊടിക്കുന്നത് ക്ഷേത്രത്തിന് ഉള്ളിൽ വെച്ച് തന്നെ ആയിരുന്നു. അത് ഉരളിൽ മാവ് പൊടിച്ചാണ് അന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തിരുന്നത്. ക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ പൊളിക്കാനായിട്ട് പോയപ്പോൾ അന്ന് ഞാനായിരുന്നു അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിൻ്റെ വിദഗ്ധ സമിതിയെ വെച്ച് ഹൈക്കോടതി പരിശോധിക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന കൊടിമരം യാതൊരു അപാകതയില്ലെന്ന് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൂടാതെ ഈ ക്ഷേത്രത്തിലെ അർച്ചന മറ്റ് വഴിപാടുകളുടെ രസീത് കൈകൊണ്ട് രസീത് എഴുതിയായിരുന്നു നടപ്പാക്കിയിരുന്നത്. ഞാനാണത് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കേസ് ഫയൽ ചെയ്യുകയും കമ്പ്യൂട്ടർ ബില്ലിംഗ് സമ്പ്രദായം ആദ്യമായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ നടപ്പാക്കുകയും ചെയ്ത ഞാനാണ്. അതുകൂടാതെ CCTV ക്യാമറ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് നടപ്പാക്കിയതും ഞാനാണ് കൊടുത്തത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ കുളത്തിലെ മീനുകൾ വളരെയധികം ചത്തു പൊങ്ങിയൊക്കെ ഉണ്ടായി. അങ്ങനെ വെള്ളം പരിശോധിക്കാനായിട്ട് തിരുവനന്തപുരം പബ്ലിക് ലാബറട്ടറിയിൽ അയച്ച് അവിടുന്ന് ആൾ വന്ന് സാമ്പിൾ കൊണ്ടുപോയി പരിശോധിച്ച് അതിനകത്ത് അനുവദനീയമായതിൽ കൂടുതൽ ബാക്ടീരിയയുടെ അളവ് കണ്ടതായിട്ട് തിരുവനന്തപുരം പബ്ലിക് ലാബറട്ടറിക്ക് രേഖ പരിശോധിച്ചപ്പോൾ കിട്ടി. അങ്ങനെയാണത് ക്ഷേത്രക്കുളം വറ്റിക്കുകയും അതിന് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയും ചെയ്തത്. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ആറാട്ടിൻ്റെ അന്ന് പ്രാദേശിക അവധി വേണമെന്നും പറഞ്ഞ് ഞാൻ ബഹുമാനപ്പെട്ട കളക്ടർ നേരിട്ട് പരാതി കൊടുത്തു. ആ പരാതി അദ്ദേഹം വളരെയധികം പരിഗണനയിൽ എടുക്കുകയും കൊട്ടാരക്കര റൂറൽ SP-ക്ക് അതിൻ്റെ റിപ്പോർട്ട് ചോദിക്കുകയും കൊട്ടാരക്കര തഹസീൽദാരുടെ അടുത്ത് റിപ്പോർട്ട് ചോദിക്കുകയും കൊട്ടാരക്കര മുനിസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് വയ്ക്കുകയും എവിടെയെല്ലാം റിപ്പോർട്ടുകൾ കളക്ടർ ശേഖരിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് അയക്കുകയും ചെയ്തു. ഇതിനുവേണ്ടി പ്രത്യേക ക്യാബിനറ്റ് വരെ ഈ പ്രാദേശിക അവധിയുടെ കാര്യത്തിന് വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയുണ്ടായി. ക്ഷേത്ര ആചാരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോടതി പോയതോടൊപ്പം തന്നെ പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സാർ ഒട്ടനവധി വിധികൾ നേടിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പൊതുകാര്യങ്ങളിൽ ആദ്യമായിട്ട് ഞാൻ ഇടപെടുന്നൊരു കാര്യം കൊട്ടാരക്കരയിലെ സിവിൽ സ്റ്റേഷനിലെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. സിവിൽ സ്റ്റേഷൻ പണിഞ്ഞു കഴിഞ്ഞ് 4 വർഷമായിട്ടും അവിടെ ഈ ഫയർ ആൻഡ് സേഫ്റ്റി സമ്പ്രദായം നടപ്പാക്കിയിട്ടില്ല. 28 ഓഫീസോളം 4 നില ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവിടെ വരുന്ന ആൾക്കാർക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് ഇല്ലായിരുന്നു. അതുകൂടാതെ അംഗവൈകല്യമുള്ളവർക്ക് വീൽ ചെയർ ഇല്ലായിരുന്നു. കാരണം ബഹുമാനപ്പെട്ട കളക്ടർ അഫ്സാന അവർക്ക് ഞാൻ പരാതി നേരിട്ട് കൊണ്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണത് സിവിൽ സ്റ്റേഷനിലേക്ക് ഫയർ ആൻഡ് സേഫ്റ്റി സമ്പ്രദായം, അത്യാധുനികമായ ഫയർ ആൻഡ് സേഫ്റ്റി സമ്പ്രദായമാണ് അതിനകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. എനിക്ക് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ DFOയും PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു അവർകളും എനിക്ക് പൊന്നാടയിടുകയും മെമൻറ്റോയൊക്കെ തന്ന് എന്നെ ആദരിക്കുകയും ചെയ്തു. കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിൽ കൊട്ടാരക്കര തമ്പുരാൻ്റെ പ്രതിമ കൊട്ടാരക്കര 3 വിളക്കിൻ്റെ മുൻവശത്തായിട്ട് സ്ഥാപിക്കാനായിട്ട് ബഡ്ജറ്റിൽ തുക പാസ്സാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു പടം ഒരിടത്തുമില്ല. ഒരു വ്യക്തി സ്വന്തമായിട്ട് വരച്ച ഒരു പടം കൊട്ടാരക്കരയിലെ ചില വീടുകളിൽ തമ്പുരാൻ്റെ എന്നും പറഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. ആ പടം വെച്ചിട്ട് കൊട്ടാരക്കര തമ്പുരാൻ്റെ പ്രതിമ നിർമ്മിക്കാൻ പോയതിനെതിരായിട്ട് ഞാൻ പരാതി കൊല്ലം കളക്ടർക്ക് കൊടുക്കുകയും മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയും ചെയ്തു. പുരാവസ്തുവിൻ്റെ ആസ്ഥാന മന്ദിരത്തിൽ ഞാൻ 1 വർഷം ഔദ്യോഗികമായിട്ട് ഞാൻ റിസർച്ച് ചെയ്തു. അവിടെ കൊട്ടാരക്കര തമ്പുരാൻ്റെ യാതൊരു ഫോട്ടോയോ മറ്റ് കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ല. ഒരു വ്യക്തി വരച്ച പടം വെച്ചിട്ട് കൊട്ടാരക്കര തമ്പുരാൻ്റെ പ്രതിമ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത്
വരും തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഞാൻ പരാതിയിൽ പറയുന്നത്. അങ്ങനെയാണ് ആ പ്രതിമയുടെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിരിക്കുന്നത്. പന്തളം കൊട്ടാരം അടക്കം സാറിന് ഒട്ടനവധി അവാർഡും ഒക്കെ തന്നിരുന്നു, പുരസ്കാരങ്ങളൊക്കെ. എന്തൊക്കെ അവാർഡുകളും പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്? 2022 എനിക്ക് പന്തളം കൊട്ടാരത്തിൽ തമ്പുരാൻ എന്നെ പൊന്നാടയിട്ട് സ്വീകരിക്കുകയും എനിക്ക് മെമൻറ്റോ നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കാവടിയാർ കൊട്ടാരത്തിലെ തമ്പുരാട്ടി അശ്വതി തിരുനാൾ തമ്പുരാട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എനിക്ക് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. തിരുവനന്തപുരം ആനന്ദപരമസ്വാമിയുടെ പാദാരവിന്ദത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഇതിനകത്ത് കാണുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ക്ഷേത്ര ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അതിനെതിരെയുള്ളൊരു പോരാട്ടം അതെങ്ങനെയാണ് സാറിൻ്റെ മനസ്സിൽ ഉണ്ടായത്, ആദ്യമായിട്ട് ഇതിനെ ഇറങ്ങിത്തിരിച്ചത്? ഏത് സമുദായത്തിനും ഓരോ ആചാരങ്ങളുണ്ട്. ആചാരങ്ങൾ മാറ്റരുത്. ബാക്കി എന്ത് കാര്യങ്ങൾ മാറ്റിയാലും അത് തലമുറയ്ക്ക് നല്ലതാണ്. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഇന്നത്തെ പഴയ ആചാരങ്ങൾ അവർക്ക് കൊണ്ടു നടക്കാനുള്ള സമയവും സന്ദർഭങ്ങളും ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോഴും. പഴയ തലമുറയ്ക്ക് അതിനുള്ള സമയമുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതിനുള്ള സമയം വളരെയധികം കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കുറ്റപ്പെടുത്തലല്ല. ആചാരങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല. ആചാരം സംരക്ഷിക്കണം. അത് ഉറച്ചു വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇപ്പം നാടിൻ്റെ സംരക്ഷണത്തിനും അതോടൊപ്പം തന്നെ ആചാരങ്ങൾക്കൊക്കെ വലിയ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നുള്ള നിലയിലേക്കുള്ളൊരു പോരാട്ടത്തിലാണ് സാറ്. അതിൽ ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫാമിലി അതിനെ സംബന്ധിച്ച്? ഫാമിലി എനിക്ക് വളരെയധികം സപ്പോർട്ട് എനിക്ക്. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ പ്രശസ്തനായ വക്കീലായിരുന്നു. PR പരമേശ്വരൻ പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് എൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ പേര് P. ശങ്കരനാരായണൻ നായർ എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് സുകുമാരിയമ്മ എന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഗീതക്കുഞ്ഞമ്മ എന്നാണ്. കരുനാഗപ്പള്ളിയിലാണ് എൻ്റെ ഭാര്യയുടെ വീട്. എൻ്റെ ഫാമിലിയിൽ ഇപ്പം ഞാനും ഭാര്യയും എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മോനും മരുമോളും. മൂത്ത മോൻ എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷമാണ്. എൻ്റെ മൂത്ത മരുമോള് MTech കഴിഞ്ഞാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജർമ്മനിയിലാണ്. രണ്ടാമത്തെ മകൻ ഭാര്യയും MBA കഴിഞ്ഞതിന് ശേഷം അവർ ബാംഗ്ലൂരിലാണ്. എൻ്റെ മകൻ തായ്ക്കൊണ്ട എന്ന മത്സരത്തിന് നാഷണൽ താരമാണ്. 4 സ്വർണവും 2 വെങ്കലവും മേടിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ഈ നാടിന് നേടിക്കൊടുക്കുന്നതിനും ആചാര സംരക്ഷണങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഇനിയും 1000 പോരാട്ടങ്ങൾ സാറ് തുടരട്ടെ എന്നും കൂടി പറയുകയാണ്. സാറിൻ്റെ വിലപ്പെട്ട സമയം ഫോക്കസ് മീഡിയയോട് പങ്കുവച്ചതിൽ 1000 നന്ദി.